പൊന്ന് ഗീവർഗീസ് പുണ്യാള, ലബനാനെ കാത്തോളണേ. ലബനാൻ എന്താണ് ലബനാനിൽ നടക്കുന്നത്? നമ്മൾ അല്ലെങ്കിൽ കുറച്ചാളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ലബനാൻ എന്ന് പറഞ്ഞാൽ മുഴുവനായി മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു മേഖലയാണോ? നമ്മുടെ കേരളത്തിലെ മാർ ഗീവർഗീസ് പുണ്യാളൻ അല്ലെങ്കിൽ സെയിന്റ് ജോർജ്, അദ്ദേഹത്തിന് ലബനാനുമായുള്ള ബന്ധം എന്താണ്? ലബനാനിലുള്ള നമ്പർ ഓഫ് ചർച്ചുകൾ എത്രയാണ്? ലബനാനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ചർച്ചുകളുടെ എണ്ണം എത്രയാണ്? ലബനാനിൽ സൗതേൺ ലബനാനിൽ മാത്രം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഹെസ്ബുള്ളയെ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ച് അങ്ങ് ബൈറൂട്ടിലുള്ള ക്രിസ്ത്യൻ ചർച്ചുകൾ വരെ തകർക്കുന്നെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഗൂഢ അജണ്ട എന്താണ്? സീസ് ഫയർ ഒക്കെ വന്നിട്ട് ഇങ്ങനെ സമാധാനം വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വേൾഡ് നമ്പർ 1 കൊലയാളി ഗ്രൂപ്പിന്റെ ഹെഡായ നെതന്യാഹു ലബനാനിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസിന് റെഡിയല്ല, ലബനാൻ എന്തായാലും ഞങ്ങൾ ആക്രമിക്കും, നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഇവർ ലബന്റെ മേത്തേക്ക് കയറിയിരിക്കുന്നത്? അപ്പൊ അയാൾക്കൊരു കാരണം ഉണ്ടാവും എല്ലാത്തിനും. അപ്പൊ അയാളുടെ കാരണം നോക്കുമ്പോൾ ഹെസ്ബുള്ള. അപ്പം ഈ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന ആകെ ഉണ്ട്, ഇല്ലാന്നല്ല ഉണ്ട്. അത് ലബനന്റെ ഒരു സൗതേൺ മേഖലയിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളത്. അവരെ കൊല്ലണമെങ്കിൽ ഇവർക്കാണോ അറിയാത്തത്? കറക്റ്റ് ഇറാനിൽ പോയിട്ട് ഈ കമനായി ഇരിക്കുന്ന റൂം കണ്ടുപിടിച്ച് അവിടെ ബോംബ് ചെയ്ത് കൊല്ലാൻ അറിയുന്ന നമ്മുടെ മാസ്റ്റർ കില്ലറായ പവനായി നെതന്യാഹുവിനാണോ അറിയാത്തത് ഇത് ചെയ്യാൻ? ഈ ഇവിടെ പോയിട്ട് ലബനാനിൽ പോയിട്ട് പിന്നെ ഹെസ്ബുള്ളയെ കൊല്ലാൻ? നോ. ഇവര് ആ പേരും പറഞ്ഞ് അതിഭീകരമായി ലബനന്റെ സൗതേൺ ഏരിയ ആക്രമിച്ച് അവിടെയുള്ള ചർച്ചുകളൊക്കെ ഒരുപാട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇസ്രായേലി ആർമഡ് ഫോഴ്സസിന്റെ ബുൾഡോസറും ടാങ്കറും ഒക്കെ വന്നിട്ട് നമ്മുടെ ഈ ഗീവർഗീസ് പുണ്യാളന്റെ അല്ലെങ്കിൽ സെയിന്റ് ജോർജിന്റെ ഒരുപാട് പ്രതിമകളൊക്കെ ഇവർ അതിനു വേണ്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തകർത്ത് അവിടെ മൊത്തം തരിപ്പണമാക്കി അവിടെയുള്ള ജനങ്ങളെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ നോക്കുകയാണ്. സംഭവം സിമ്പിളാണ്, സ്ഥലം കയ്യേറുക, ഒക്യുപ്പേഷൻ. അപ്പൊ ഞാനിങ്ങനെ ഈ ലബനന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോ അവിടെ 2500ഓളം ചർച്ചുകളാണുള്ളത്. അതിൽ തന്നെ മാരോണൈറ്റ് ചർച്ചുകൾ 1700ഓളം, ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചുകൾ 400ഓളം, ഗ്രീക്ക് കാത്തലിക് ചർച്ചുകൾ ഈ 300ഓളം, അതുപോലെ തന്നെ അർമീനിയൻ ആൻഡ് അതർ ക്രിസ്ത്യൻ സെക്ഷൻ ഉള്ളത് ഒരു 150ഓളം ചർച്ചുകൾ വേറെയും. അപ്പോൾ ഇത് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവർ ലബനാനെ പിന്നെ ഇറാനെ സഹായിക്കുന്ന ഹെസ്ബുള്ള അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് വെച്ചങ്ങോട്ട് അടിക്കുന്നത്. വ്യക്തമാണ്. ദ പ്ലാൻ ഓഫ് നിഗൂഢ പ്ലാൻ ഓഫ് ഗ്രേറ്റർ ഇസ്രായേൽ ഈസ് വളരെ ക്ലിയർ. ലബനനിലെ ഒരു സാഹചര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ചരിത്രം നോക്കുകയാണെങ്കിൽ ലബനനിലെ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ സെയിന്റ് ജോർജ് അഥവാ മാർ ഗീവർഗീസ് പുണ്യാളൻ, നമ്മുടെ കേരളത്തിലെ ഗീവർഗീസ് പുണ്യാളൻ, അദ്ദേഹം ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു സ്ഥലം കൂടിയാണ് ഈ ലബനൻ. അപ്പൊ ലബനന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് എംപയർ, പേർഷ്യൻ എംപയർ, റോമൻ എംപയർ, അതുപോലെ 400 വർഷത്തോളം ഒട്ടോമൻ മുസ്ലിം എംപയർ, തുർക്കിഷ് എംപയർ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റിന്റെ സമയത്ത് ഫ്രഞ്ചുകാർ അവിടെ അധിനിവേശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ലബനൻ വളരെയധികം അധിനിവേശവും അതുപോലെ തന്നെ സാംസ്കാരികപരമായി ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലബനൻ. പക്ഷേ ലബനൻ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ പല കാലങ്ങളായിട്ട് അവിടെ വന്നിട്ടുള്ള ഈ അധിനിവേശം കൊണ്ട് തന്നെ ലബനനിലെ ഒരു കൂട്ടം ജനങ്ങൾ എന്നും അടിച്ചമർത്തപ്പെട്ടിട്ടേ ഉള്ളൂ. അതാണ് നമ്മളിപ്പം പറഞ്ഞ ഈ കണ്ട സദേൺ ലബനനിൽ ഈ പറഞ്ഞ ഹിസ്ബുള്ള ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സോക്കോൾഡ് ആക്രമിക്കുന്ന ഒരുപാട് ചർച്ചുകൾ അവിടെ ആക്രമിച്ച് ഇവർ നശിപ്പിക്കാൻ നോക്കുന്നതിലൂടെ ലബനന്റെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ തച്ചുടച്ചുകൊണ്ട് ആ ഏരിയ സദേൺ ലബനൻ അവർക്ക് എളുപ്പമാണ്. ഇസ്രായേലിനോട് കിടക്കുന്ന സൗതേൺ ലബനൻ പെട്ടെന്ന് എടുക്കാൻ അവർക്ക് എളുപ്പമാണ്. അങ്ങനെ ഒരു ഏരിയ പിടിച്ചെടുക്കുക എന്നുള്ള വ്യക്തമായ പൊളിറ്റിക്കൽ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ വെച്ച് ബോംബിടുന്നത്. നമ്മൾ കണ്ടു, ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ 150ഓളം സ്പോട്ടുകളിൽ വ്യക്തവും പ്ലാൻഡും ആയിട്ട് ഇസ്രായേൽ ആക്രമിച്ചിട്ട് സിവിലിയൻസിനെ, പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ,
അതുപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, ഷോപ്പിങ്ങിന് പോയ ആൾക്കാരെ, അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ ലെബനന്റെ പല മേഖലകളും ആക്രമിച്ചുകൊണ്ട് ലെബനന്റെ ഒരു ഏരിയ ഇങ്ങ് കീഴ്പ്പെടുത്തുക എന്നുള്ള ഐഡിയ ആണ് ഇസ്രായേലിനുള്ളത്. ഇത് ലോകത്തിന് മനസ്സിലായി എന്ന് മനസ്സിലായിട്ട് കൂടി അവരതിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാത്തത്, വിശേഷിച്ച് നമ്മളിവിടെ കാണേണ്ടത് സ്പെയിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഇസ്രായേൽ ഈസ് ഡൂയിങ് മാസ് ജെനിസൈഡ്. അവരെല്ലായിടത്തും പോയി ആവശ്യമില്ലാതെ ആൾക്കാരെ കൊല്ലുകയാണ്, അവരെ നിലക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നൗ യു ക്യാൻ സി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ, ഇറ്റാലിയുടെ പ്രധാനപ്പെട്ട ആള് പറഞ്ഞു, ആ ലേഡി മെലീനി, അവർ പറഞ്ഞു ഇതാ ഇവരുടെ അക്രമം തടയേണ്ട സമയമായി, നമ്മൾ യൂറോപ്യൻ യൂണിയൻ എല്ലാവരും ഒത്തൊരുമിച്ച് വരേണ്ട സമയമായി. വളരെ ചുരുക്കം 1-2 രാജ്യം മാത്രമേ ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി നമ്മളിപ്പോൾ കാണേണ്ടത് നമ്മുടെ മാർപ്പാപ്പ 14-വനായ നമ്മുടെ ലിയോ, അദ്ദേഹം വളരെ വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അമേരിക്കയാണ് ലോകത്തുള്ള എല്ലാ അടികളും ഉണ്ടാക്കുന്നത്. അമേരിക്ക സംയമനം പാലിച്ച് ഈ അക്രമങ്ങളിൽ നിന്ന് പിൻവാങ്ങിയാൽ ആരും ആരെയും ആക്രമിക്കില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഇറാനെ പോയി ആക്രമിക്കുന്നതുകൊണ്ടാണ് അവർ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. അമേരിക്ക ആക്രമിക്കുന്നില്ലെങ്കിൽ ആരും ആക്രമിക്കില്ല. ഇസ്രായേലിന്റെ സ്ഥാനത്ത് നിന്നാൽ അവിടെയും ആക്രമണമില്ല. ഇസ്രായേലും അമേരിക്കയും സംയോജിച്ചുകൊണ്ട് ലോകത്തെമ്മാടികളെ പോലെ എല്ലാ രാജ്യത്തും കയറി അക്രമം അയച്ചു വിട്ടുകൊണ്ട് അവർ തന്നെ വിക്ടിം കാർഡ് കളിക്കും. ഇത് ഞങ്ങളെ ഇറാൻ നാളെ ഞങ്ങൾ 10 വർഷങ്ങൾക്ക് ശേഷം ഇറാൻ ഞങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇറാനെ ഞങ്ങൾ ഇപ്പോൾ തീർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിന്റെ പ്രവിശ്യ, ഇറാനിന്റെ ഭരണാധികാരികളാണെങ്കിൽ അതിൽ നമുക്ക് ലോജിക്ക് പറയാം യുദ്ധമുണ്ടെന്ന്. ഇറാനിലെ സ്കൂളിൽ പഠിക്കുന്ന 200ഓളം പെൺകുട്ടികളെ, ലബനാനിൽ സ്കൂളിൽ പഠിക്കുന്ന 100ഓളം പെൺകുട്ടികളെ, പാവപ്പെട്ട വീട്ടമ്മമാരെ ആരൊക്കെയാണ് ഇവർ കൊല്ലുന്നത് ഈ യുദ്ധത്തിൽ? ഈ യുദ്ധത്തിന് എവിടെയാണ് എത്തിക്സ് ഉള്ളത്? എന്ത് ന്യായമാണ് ഇവരുടെ അടുത്തുള്ളത്? ഒരു തരത്തിലും ലോജിക്കില്ലാതെ വളരെ വ്യക്തവും സുദീർഘവുമായിട്ടുള്ള പ്ലാൻ അവരുടെ കയ്യിലുണ്ട്. ആ പ്ലാനിന്റെ പേര് ഗ്രേറ്റർ ഇസ്രായേൽ എന്നാണ്. അത് പൊളിറ്റിക്കലിയും സോഷ്യലിയും എക്കണോമിക്കലിയും എല്ലാം അവർ ഫണ്ട് ചെയ്യപ്പെടുന്നത് അമേരിക്കയാണെന്നും എല്ലാവർക്കും ലോകത്തിന് ക്ലിയർ ആണിത്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഇസ്ലാം എന്ന മതത്തെ ആരും പേടിക്കണ്ട, അവര് സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ അവർക്ക് സമാധാനം കൊടുത്താൽ മതി, നിങ്ങൾ അങ്ങോട്ട് പോയി ചൊറിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് അടി വരുന്നുള്ളൂ, ഇങ്ങനെ ആയാലേ സൗണ്ട് ഉണ്ടാവുന്നുള്ളൂ, ഇങ്ങനെ പോകുമ്പോൾ സൗണ്ട് ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തവും ക്ലിയറുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ. കാരണം ഇതിനു മുൻപേയുള്ള പല മാർപ്പാപ്പമാരും ഇങ്ങനത്തെ വിഷയങ്ങളിൽ സംസാരിക്കാൻ പേടിയായിരുന്നു. കാരണം അവരുടെ അധികാര വികേന്ദ്രീകരണവും അതുപോലെ ഫണ്ടിങ്ങും ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്. മെയിനായിട്ട് ലോകത്ത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പേടി വെച്ചിട്ട് സംസാരിക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ മാർപ്പാപ്പ അതിൽ വളരെ കറക്റ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡും സ്റ്റാൻഡും ഉള്ള ഒരാളാണ്. അതാണ് നമ്മൾ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ലബനാനിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബിക്കോസ് ലബനാൻ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ പിന്നെ പലസ്തീൻ കഴിഞ്ഞു, ഗസ കഴിഞ്ഞു, വെസ്റ്റ് ബാങ്ക് കഴിഞ്ഞു, ഇനി ലബനാനാണ്, അവിടെ മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിങ്ങളാണ് കൊല്ലപ്പെടുന്നതെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ചരിത്രം പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ ഈ സദേൺ ലബനന്റെ മാത്രം ചരിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ ജനതയാണ് ഇവരിപ്പോൾ ആക്രമിക്കുകയും കൊല്ലുകയും ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഭൂമിക്ക് വേണ്ടി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പണ്ട് മലയോര റേഞ്ചുകളിൽ നമ്മൾ കന്നുകാലികളോടും അതുപോലെ മൃഗങ്ങളോടും അടികഴിഞ്ഞ് നമ്മൾ അവിടെ നമ്മുടെ കൃഷിയും വീടും സെറ്റപ്പ് ചെയ്തെടുത്ത മനുഷ്യരാണെങ്കിൽ അതിന്റെ വേറൊരു വർഷമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേലിന് ഈയുള്ള ഭൂമി പോരെ പോലും. അതുകൊണ്ട് അവർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി അപ്പുറത്തെ രാജ്യത്ത് കൊന്നു. ഏത് തരത്തിൽ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ ഇവരുടെ ഈ വിചിത്രവാദം? അതിനുവേണ്ടി അവർ പഴയ എന്തൊക്കെയോ ഗ്രന്ഥങ്ങൾ എടുത്തു കൊണ്ടുവന്ന് അവർ പറയുന്നു ഇതാണ് സംഭവം, ഇതാണ് സംഭവം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്ന ഭീകരവാദം, ഇസ്ലാം ഭീകരവാദവും ഇസ്രായേൽ ഭീകരവാദവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ ഡിഫറൻസ്? ഇവർ പറയുന്നു ഇവർക്ക് സ്ഥലം കുറവാണ്, അതുകൊണ്ട് ആളെ കൊല്ലുന്നതാണ്, അല്ലേ? ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരിക്കുന്നതിനെ പോലും ന്യായീകരിക്കാൻ പറ്റാത്ത പോലത്താണിത്. സോ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.